അതെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച് പറയാനാണ്. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, ചെയ്യാം എന്നുള്ള ഒരു ഇമോജി അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഏത് പ്രായക്കാരിയാണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ പെൺകുട്ടി ആയിരിക്കാം. ചെറിയ കുട്ടികളൊന്നും എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം ഒരു അത്യാവശ്യം ഒരു ഇത്തിരി ഏജ് ഉള്ള പക്വത വന്നിട്ടുള്ളവരാണ്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്, അതായത് എങ്ങനെ ഇന്ന സബ്ജക്റ്റ് എങ്ങനെ പഠിക്കും, അല്ലെ ഹോംവർക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളതല്ല ഈ വീഡിയോ. അതായത് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ വീട്ടിലെ ജോലികൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ക്ലീനിങ്, കുക്കിങ്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് മാറ്റിവെക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു വീട്ടിലെ കാര്യമാണെന്ന് വിചാരിക്കും. ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് മാറ്റിവെച്ച് എവിടം വരെയും മാറ്റിവെക്കാൻ പറ്റും. അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അങ്ങനൊരു വീട്ടിലെ കാര്യമായിരിക്കില്ല. എന്തെങ്കിലും ഒരു ഗോള് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ അങ്ങനെ എന്തിനേയും മാറ്റിവെക്കുന്നതായിരിക്കാം ആ കുട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാം. കാരണം ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് കുക്കിംഗ് ഒരു ദിവസമോ 2 ദിവസമോ കൂടുതൽ നമുക്ക് പുറത്തു നിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പറ്റില്ല. നമ്മളുടെ മക്കളും കുടുംബക്കാരും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാചകം ചെയ്തേ പറ്റൂ. ക്ലീനിങ്, എത്ര ദിവസം നമ്മൾ വീട് ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റും? അതും നമുക്ക് സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ ആ കാര്യത്തിനൊക്കെ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ പോലെ അത് മുന്നോട്ട് പോവാതെ നമുക്ക് പറ്റില്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു ജോലിക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുട്ടിക്കൊരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് കടക്കാനായിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാറ്റിവെച്ച് തന്നെയാണ്. അതിനൊരു മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ആ കുട്ടി അവിടെ തന്നെ കിടക്കും. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരിക്കലും ഞാനിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തോറ്റു പോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലൊരു പരാജിതയാണോ അല്ലെങ്കിൽ പരാജയനായിട്ടോ കാണപ്പെടുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. നമുക്ക് വിജയിക്കുമോ എന്നുള്ള പേടിയേക്കാൾ കൂടുതൽ പരാജയം എന്നുള്ള ആ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് നമുക്ക് മുന്നിട്ടിറങ്ങാൻ തോന്നില്ല. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിനുള്ളിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും, സക്സസ് ആവും എന്ന് തന്നെ വിചാരിച്ച് കൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അത്യാവശ്യം നമുക്ക് എന്നെക്കൊണ്ടിത് സാധ്യമാവുന്നൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്ന, അതായത് ഏകദേശം അതിൻ്റെ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും ഏകദേശം നമുക്കൊരു ധാരണയിലെത്താൻ പറ്റും. എനിക്കതിൻ്റെ ഒരു സ്കിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ട്, എപ്പോഴെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളതിനെ കയറി പിടിക്കാം, എന്നിട്ട് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാം. പിന്നെ നമ്മൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പെർഫെക്ഷനിസം നോക്കി ഒരു പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഒരിക്കലും ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് വേണ്ടത് അത് ആ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഭാഗത്ത് ഇന്ന കുറവുകൾ. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് വെച്ചാൽ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാനൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞിട്ട് പോയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അത്രത്തോളമുള്ളൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ ജോലി ഏൽപ്പിച്ച ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ പലപ്പോഴും അതായത് തുടക്കകാലങ്ങളിൽ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ ഞാനൊന്ന് പിന്മാറി പേടിച്ച് നിന്നിട്ടുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ആക്ച്വലി എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ പിന്നെ ഓരോ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതെനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, അടുത്ത ദിവസത്തേക്ക് ഞാനത് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരും. അങ്ങനെയാണ് എൻ്റെ ജോലിയിൽ ഞാൻ പ്രവേശിച്ചത്. പിന്നെ ആദ്യത്തെ 3-4 വർഷം നമുക്ക് സ്റ്റേജിൽ കയറി ബെസ്റ്റ് ടീച്ചർ അവാർഡും വാങ്ങിക്കാൻ പറ്റി. അതിപ്പോൾ എൻ്റെ ഒരു കാര്യം എന്താ പറയുക, എന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു
വലിയതാക്കി പറയുന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ ആ ചോദിച്ച ആൾക്കൊരു പ്രചോദനമാവാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഒന്നും അറിയാത്ത എനിക്ക്, വളരെ സാധാരണക്കാരിയായ എനിക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. എല്ലാം പഠിച്ചിട്ടുമല്ല, എന്നിട്ടും അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഇന്നതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഈ സംശയങ്ങൾക്കൊക്കെ എനിക്ക് ആൻസർ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ വിചാരിച്ച് ഓരോ ദിവസവും പഠിച്ചാണ് മുന്നോട്ട് പോയത്. ഒരു വർഷത്തിനുള്ളിൽ ആ വർഷം തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഏറ്റവും നല്ലൊരു ടീച്ചർ എന്നുള്ള നിലക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാണ്ട് പെർഫെക്റ്റ് എന്ന് പറയുന്നത്, അല്ല പെർഫെക്ഷനിസം എന്ന് പറയുന്നത് താനേ വന്നോളൂ. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറവ് വരുമ്പോൾ ആ കുറവിനൊക്കെ നമ്മൾ നികത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനറിയാം. പിന്നെ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ രീതിയിൽ പോലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിനോ വന്നിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റ പോലുള്ള ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊന്നും സജീവമായിട്ട് അതിനെ ഒട്ടും തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു കാര്യത്തിന് കഴിയും. പക്ഷേ എങ്കിൽ ഞാനൊരിക്കലും ഒരു ആളോട് സംസാരിക്കാത്ത ആളുകളോ മറ്റുള്ള ആരും സംസാരിക്കാത്ത ഒന്നല്ല. എൻ്റെ ജോലി സംബന്ധിച്ച് ഞാൻ പക്ഷേ ഒരുപാട് ഓഡിയൻസ്, ആയിരക്കണക്കിന് ആളുകളെ മുന്നിൽ നിന്ന് സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെൻ്റെ ഈ ഒരു ലൈഫ് കോച്ച് എന്നുള്ളൊരു സെക്ഷനിലേക്ക് വന്നപ്പോഴാണ് എനിക്കത് സാധിക്കേണ്ടി വന്നത്. അതും എനിക്ക് കുറച്ച് വെല്ലുവിളികളെയൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോഴെൻ്റെ ഈ ഒരു വീഡിയോയുടെ കാര്യത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ചെറിയ ഇത്രയും എന്നെ കാണുന്നുള്ളൂ. ഇങ്ങനെയൊന്നല്ല, കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു എൻ്റെ ഒപ്പം ഒരു ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറെ കുറച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഓഫീസ് സ്റ്റൈലിൽ ബുക്ക് അങ്ങനെ ചെയറിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയറിലിരുന്നിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ. പക്ഷേ എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നതല്ല. എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി, ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഈ റൂമിലിരുന്നു കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാൻ മേലത്തെ റൂമിൽ ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഇതിലൊരുപാട് കുറവുകളുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് എനിക്ക് വന്നൊരു എതിരെന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്ന് പറയണം കേട്ടോ, ആ ഒരു കുട്ടിക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്നുള്ള ലെവലിൽ പറയണേ. എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വിളിച്ച് പറഞ്ഞ്, ഡാഡു ഉമ്മി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകണമെന്ന്. അതായത് ഒരു സെൽഫി പോലും എടുക്കാൻ അറിയാത്ത ഞാൻ എന്തായിരിക്കും എങ്ങനെ ഈ ക്യാമറ വെക്കും, എവിടെ വെക്കും, എന്താണ് ഉമ്മി ചെയ്യാൻ പോണത്. കാരണം അവർക്കറിയാം എനിക്ക് സംസാരിക്കാനറിയാം, അതുപോലെ തന്നെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാനൊക്കെ അതിനുള്ള കഴിവും അതിനുള്ളൊരു പ്രാവണ്യമൊക്കെ തെളിയിച്ചിട്ടുള്ളതാണെന്ന് അവർക്കറിയാം. പക്ഷേ ഈ ക്യാമറയും ഞാനും തമ്മിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ അവർക്കൊരു ഐഡിയ ഇല്ല. അവരിത് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചുകൂടിയും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കണം, ഇരിക്കുന്ന രീതി, അങ്ങനെ പലതും പറഞ്ഞപ്പോൾ എനിക്ക് കുറേ നേരം അതിന് വേണ്ടിയുള്ള സമയം ചിലവാക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ കാര്യം ഒന്ന് എത്തണം, അവർക്ക് എന്നിലൂടെ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന അത് ഞാൻ എന്ത് ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി എൻ്റെ ക്യാമറ കറക്റ്റ് ഇതൊക്കെ വെച്ച് വരുമ്പോൾ എനിക്ക് അതിനുള്ള ടൈമും കാര്യം കിട്ടില്ല. അത് പതുക്കെ എനിക്ക് എൻ്റെ ഒഴിവനുസരിച്ച് ഇപ്പം ഞാൻ നല്ല തിരക്കാണ്, കുറച്ചും കൂടി പതുക്കെ പോകുന്നതിനനുസരിച്ച് എൻ്റെ ആ ഒരു കുറച്ചും കൂടി ടൈം അനുസരിച്ചും ബാക്കി സൗകര്യങ്ങളനുസരിച്ച് പതുക്കെ നമുക്കൊരു വീഡിയോയിൽ വ്യത്യാസം വരുത്താം. അത് നിങ്ങൾ തന്നെ ഒരു പക്ഷേ കാണുമായിരിക്കും എന്തെങ്കിലും വ്യത്യാസത്തിലൊക്കെ പിന്നീട്. അപ്പോൾ തുടക്കകാലത്തിൽ ഞാനിപ്പോൾ ഇതിന് വേണ്ടി കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു വീഡിയോ രൂപേണ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തില്ലായിരുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് കുറവുകളുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഈ പറയുന്ന വോയിസും ഞാൻ പറയുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം, അതെനിക്ക് സാധ്യമാവുന്നുണ്ട്. ബാക്കിയൊക്കെ താനേ വന്നോളും.
അപ്പോൾ ആ കുട്ടി എന്താണോ ഉദ്ദേശിച്ചത്, ആ കുട്ടി എന്ന് തന്നെയല്ല, എന്നെ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരൊരു എന്തെങ്കിലും ഒരു, ഓരോ ആളുകളെ സംബന്ധിച്ചും പല തരത്തിലുള്ളതായിരിക്കും. അപ്പം അവരൊക്കെ എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അതിന് അനുയോജ്യമായൊരു സാഹചര്യമല്ല, എൻ്റെ ഇൻലോസ് അതിനുള്ളൊരു സന്ദർഭം എനിക്കില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മുടക്കം വരുത്താതെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം ലക്ഷ്യമാണ്. അപ്പം അതിന് ആരൊക്കെ എതിർത്താലും നമുക്കതിന് കഴിവുണ്ടോ, ചെറുതായിട്ടെങ്കിലും ഒരു കഴിവുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളതുമായി പിടിച്ചു കയറിക്കൊള്ളണം. പിന്നെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായി നമ്മൾക്ക് തന്നെ ഒരു റിവാർഡൊക്കെ കൊടുക്കുക. ആ റിവാർഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ളതായിരിക്കും ആ റിവാർഡ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊരു മടി വരാം, അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ അന്ന് ചെയ്ത് തീർത്തപ്പോൾ, അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ കയറി. നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ടേസ്റ്റുള്ള ഫുഡാണ്. അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഫിഷ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്ത്. അപ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം ഒരു 250 രൂപയാണ് ഒരു ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ ഒരു ഫിഷ് ഫ്രൈ വാങ്ങിച്ചിട്ട് രണ്ടാളും കൂടി ഷെയർ ചെയ്യാമെന്ന് എൻ്റെ ഫ്രണ്ട് വിചാരിച്ചിട്ട്, അത്യാവശ്യം വലിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് വേണ്ട, ഒരെണ്ണം കൂടെ പോന്നോട്ടെ. കാരണം അതെന്തുകൊണ്ടാണെന്നറിയോ, അത് അന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വയം ഞങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പുറത്ത് പോയിട്ട് 250 രൂപയുടെ ഫിഷ് ഫ്രൈ ഒന്നും വാങ്ങിച്ച് കഴിക്കില്ല കേട്ടോ. അന്ന് ശരിക്കും ഞങ്ങൾക്ക് തന്നെ കൊടുത്തൊരു റിവാർഡാണ്. കാരണം അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്ന് സ്വയം ബോധ്യം വന്നപ്പോൾ ഞങ്ങളിലേക്ക് അങ്ങനെ ഒരു സന്തോഷത്തിനായിട്ട് വേറെ ആരും വാങ്ങിച്ചു തരാനില്ല, ഞങ്ങളെ പൈസ കൊണ്ട് ഞങ്ങൾ തന്നെ വാങ്ങിച്ച് കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്തെങ്കിലും ചെയ്യുക. പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു 3000 5000 ഒക്കെ നമുക്ക് വേണ്ടിയിട്ടൊരു ബ്യൂട്ടി പാർലറിൽ ചിലവാക്കാൻ, അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്തിട്ട് അതുമ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു റിവാർഡ് കൊടുക്കുക എന്നുള്ള നിലക്ക് അങ്ങനെ ഇത്തിരി പൈസ ചിലവാക്കിക്കൊണ്ടൊന്നും ആരും ടെൻഷൻ അടിക്കുക, സന്തോഷിച്ച് തന്നെ ചെയ്തോ. ഓക്കെ, അപ്പം നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ തട്ടാറുമുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവർ കാണുന്നതിൻ്റെ ഇടയിലല്ല, ഇങ്ങനെ കൊടുക്കും. ചില സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പൊന്നാട വാങ്ങി അണിയാതെ ഒരു തമാശയ്ക്ക് പറയണതാണ് കാര്യം. ചിലപ്പോഴൊക്കെ വളരെ ക്ഷീണിച്ചും വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കെടുക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടി ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കാതെ വേറെ ആരും തന്നെ ഇത് കാണുന്നില്ല. നമ്മളുടെ ഈ ബുദ്ധിമുട്ടും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റാരുടെ ആരും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇത് നമ്മളുടെ കാര്യമല്ലേ. അപ്പം ഞങ്ങൾ സ്വയം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കും. റിവാർഡൊക്കെ കൊടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു റിവാർഡ് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം കുറേ ദിവസങ്ങളിങ്ങനെ നമുക്ക് ഒട്ടും റെസ്റ്റ് ഇല്ലാതെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കുക. അങ്ങനെയും ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ലീവ് എടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു മുടക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് നേരമൊക്കെ എടുക്കും. ആ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട. നമുക്ക് അടുത്ത ദിവസം ആ പ്രവൃത്തി ചെയ്യാനുള്ളൊരു എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ആ റെസ്റ്റ് കൊടുത്ത് കുറച്ച് നേരം നമ്മളിങ്ങനെ നമ്മളുടെ ഒരു ബോഡിക്കും മനസ്സിനും ഒക്കെ ഒരു റിലാക്സേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യം ചെയ്യാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു എനർജി വന്ന പോലെ, അത് ഒരുപക്ഷെ ഇന്നൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ നല്ലൊരു എനർജി വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ളൊരു സമയം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ മനസ്സന്നെ നമുക്കൊരു റിലാക്സ് ആയ പോലെ ആയിപ്പോയി. അപ്പം ചില സമയങ്ങളിൽ നമുക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റെസ്റ്റ് എടുക്കാനൊന്നും മടിക്കേണ്ട. നമുക്ക് വേണ്ട റെസ്റ്റ് നമ്മൾ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കുറച്ചും കൂടി ഒരു എനർജി നമുക്ക്
സ്വീകരിക്കാൻ പറ്റും. അപ്പം ഇത്രയും ഒക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മാറ്റിവെക്കപ്പെടുന്ന ശീലങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചെറുതായിട്ട് കണ്ട നമ്മൾ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക. അതായത് അതുപോലെ തന്നെ ഒരു എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനോ എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഒരു എന്താണെങ്കിൽ ആ കുട്ടിയുടെ അറിയില്ല, പക്ഷേ എല്ലാ ജോലിക്കും ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വെട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്നിട്ട് പിന്നെ അതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഒരു പക്ഷേ മടി പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, അവർ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്ത് എഴുതിക്കഴിഞ്ഞ് നമ്മളുടെ ആ ലക്ഷ്യത്തിനെ എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാറ്റിവെക്കപ്പെടുന്ന ശീലങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. കാരണം വേറെ ആർക്കും വന്ന് മാറ്റാൻ പറ്റില്ല, അത് നമുക്ക് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ആരും തോൽക്കുമെന്നുള്ള ഭയമൊന്നും വേണ്ട, ജയിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഇതുവരെ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അത് നിർത്തി വെച്ചിട്ട് നിങ്ങൾ ഇന്ന് തുടങ്ങി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഗോൾ എന്താണെങ്കിൽ പോലും അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ലക്ഷ്യത്തിലേക്ക് സാധ്യമാകട്ടെ എന്ന് നിങ്ങളെ ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഓരോ മെസ്സേജും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക പ്രചോദനമാണ്. ഒരു ചെറിയ മെസ്സേജെങ്കിലും നിങ്ങൾ അയക്കുക. എനിക്കത് തുടക്കം പറയണമെന്നുണ്ടായിരുന്നു, ഈ കമൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പേജ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അതുകൂടാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബായ്.